നല്ലൊരു വരുമാന മാർഗം തന്നെയാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പുഞ്ച കൃഷിയാണ് ചെയ്തു വരാറ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു നഷ്ടപ്പെടൽ ഉണ്ടാവാറ്. കൂടുതലും ഈ മുണ്ടകം പോലത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് മഴവെള്ളത്തിനെ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പ്രളയം പോലത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ മുങ്ങിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് അധികം ഈ നവംബർ ലാസ്റ്റിലൊക്കെ നമ്മൾ ഈ പുഞ്ച കൃഷി ആരംഭിക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിന്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാറില്ല. വെള്ളം അവസാനത്തെ ടൈമിൽ ഈ കതിരിന്റെ ടൈമിലൊക്കെ വെള്ളം കിട്ടാണ്ട് വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു മുങ്ങിപ്പോണ സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നെൽകൃഷിയൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും തരിശായ സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മളവിടെ നെൽകൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം വളം കാര്യങ്ങളൊന്നും നൽകേണ്ട ആവശ്യം ഉണ്ടാവും. തരിശായത് കൊണ്ട് തന്നെ ആ മണ്ണൊക്കെ നല്ല വളമുള്ള മണ്ണായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നെല്ല് ലഭിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. തരിശായുള്ള സ്ഥലങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഹെക്ടറിന് വലിയ രീതിയിലുള്ള സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെക്ടറിന് ഇപ്പോഴത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു 35,000 രൂപയൊക്കെ ഹെക്ടറിന് സബ്സിഡി കൊടുക്കും. പക്ഷെ തരിശ് ഭൂമി നമ്മൾ പണിയാണെന്ന് പറയുമ്പോൾ നമ്മളവിടെ കുറേ വർക്കുകൾ ചെയ്യേണ്ടി വരും. കാരണം വരമ്പും ഈ കൃഷിക്ക് നിർബന്ധമാണ് ഈ വരമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വരമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ഈ കുറേ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് ആ ഒരു എമൗണ്ടൊക്കെ നമുക്ക് ഈ സബ്സിഡി പ്രകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സഹായമാവും. ഈ സബ്സിഡി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുതന്നെ വേണം കേട്ടോ. അത് അവിടുത്തെ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലൊക്കെ നമ്മൾ പഞ്ചായത്ത് മുഖേനൊക്കെ ഇടപെട്ടിട്ട് നമ്മൾ വാങ്ങിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ നെൽകൃഷിയുടെ ഒരു കാര്യത്തിൽ നമുക്ക് മുൻകൂട്ടിയിട്ട് ഗവൺമെന്റും കാര്യങ്ങളൊന്നും പൈസ ഒന്നും തരില്ല, സബ്സിഡിയും കാര്യങ്ങളൊന്നും തരില്ല. നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ഇറക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊയ്ത്ത് കഴിയുന്നതോട് കൂടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഫണ്ട് കുറച്ചധികം ഫണ്ട് നമുക്ക് ഇതിൽ മാറ്റി വെക്കാൻ തന്നെ വേണം. അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ നമ്മൾ ഒരു 100 ഏക്കറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം. കാരണം നമുക്ക് നമ്മുടെ കൊയ്ത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം നമ്മൾ ഗവൺമെന്റിനാണ് നമ്മൾ ഈ നെല്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ സപ്ലൈകോ മുഖേന കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫണ്ട് കിട്ടുന്നത് നമുക്കൊരു ലോണ് മുഖേനയാണ്. അപ്പോൾ ഈ ലോണ് പാസ്സായിട്ടൊക്കെ നമുക്ക് നമ്മുടെ കൈകളിലേക്ക് ആ ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലെവലനുസരിച്ചിട്ട് നമുക്കൊരു 4 മാസം 5 മാസമൊക്കെ ആവും. നമ്മൾ നെല്ല് കൊടുത്ത് മില്ലിലേക്ക് നെല്ല് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ വലിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല സ്റ്റെപ്പുകളായിട്ട് നമ്മൾ കൊയ്ത്തും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ ആ ഒരു ടൈമിൽ സപ്ലൈകോക്ക് നെല്ല് കൊടുക്കുമ്പോൾ നമുക്ക് പല ടൈമിലായിട്ട് നമുക്ക് പൈസ കിട്ടുമ്പോൾ ചില ടൈമിൽ ആ സപ്ലൈകോ പൈസ കൊടുക്കുന്ന ടൈമിലായിരിക്കും നമ്മൾ കൊയ്ത്ത് നടക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് പൈസ. അതുപോലെ തന്നെ ഒരിക്കലും ലോൺ എടുത്തിട്ടൊക്കെ ഈ നെൽകൃഷി കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നെൽകൃഷി ചെയ്യുക. അതല്ലാണ്ട് ലോണ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് എപ്പോഴാണ് കിട്ടാമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ലോക്കാവാൻ സാധ്യതയുണ്ട്. നെൽകൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് നെൽകൃഷി ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ തുടർന്ന് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസൊക്കെ തുടർന്ന് നമ്മുടെ ചാനൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.